ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു രണ്ട് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അപ്ഡേഷൻസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ചോദിച്ചതിനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്നെ ഒരുപാട് പേര് ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 200-250 ആൾക്കാർ ഈ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ട്രൂ ബാലൻസും ബ്രാഞ്ചും നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ രണ്ട് RBI അപ്രൂവ്ഡ് NBFCs ആണ്. ഈ ആപ്പിൽ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് ഒരു മീഡിയം സിവിൽ സ്കോറുള്ള ഒരാൾക്ക് പോലും ലോൺ നിഷ്പ്രയാസം കിട്ടും. പക്ഷേ ഈ ആപ്പിൽ കുറച്ച് ട്രാപ്പുകളുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ട്രാപ്പുകളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യമേ നമുക്ക് ബ്രാഞ്ചിൻ്റെ കാര്യം എടുക്കാം. ബ്രാഞ്ച് ഏറ്റവും സിവിൽ സ്കോറുള്ള ഒരാൾക്ക് പോലും ആദ്യമേ എമൗണ്ട് ഒരു 500-1000 രൂപ കിട്ടി നമുക്ക് ഗ്രാജ്വലി നമ്മുടെ സിവിൽ സ്കോർ ഉയർത്താനും ലോൺ ഉയർത്താനും പറ്റുന്ന ഒരു കിടിലം NBFC ആണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്കും ആദ്യം ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 500 രൂപയാണ്. അപ്പോൾ നമ്മൾ 500 രൂപയ്ക്ക് അവരുടെ കുറച്ച് കട്ടിങ് പ്രോസസ്സിംഗ് ഫീസ് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കൊരു 448 രൂപ കിട്ടും. നമ്മൾ 550 ആ റേഞ്ചിൽ അടയ്ക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നും, 90% പേർക്ക് തോന്നുന്നത് 500 രൂപയല്ലേ, അപ്പോൾ 15 ദിവസം ഒരു മാസമൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ ലോൺ എടുത്ത് 3ാമത്തെ ദിവസം തന്നെ 500 രൂപ അടച്ചിരിക്കാം. അത് അടച്ചു, അടുത്ത എമൗണ്ടായിട്ട് കിട്ടുന്നത് 1500 ചിലപ്പോൾ 2000 കിട്ടും. അപ്പോൾ അതിൻ്റെയും 2000 രൂപ കിട്ടിയാൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസും മറ്റും കട്ട് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 1800 അല്ലെങ്കിൽ 1700 ആ റേഞ്ചിൽ കിട്ടും. നമ്മൾ 2200 രൂപ നമ്മൾ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് 2 മാസത്തേക്കായിരിക്കും. നമുക്കിപ്പോൾ 2 EMI 1100 അങ്ങനെയായിരിക്കും EMI കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസം EMI അടച്ചു. ഇനി അടുത്ത മാസം EMI ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്തു, ഈ എമൗണ്ട് എല്ലാം അടച്ച് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമുക്ക് ഒരു 4000 രൂപ ലോൺ കിട്ടി. 2 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്ക്. നമ്മൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ഈ 4000 രൂപ ഒരുമിച്ച് അടച്ചിട്ട് വീണ്ടും നമ്മൾ 6000 രൂപ എടുക്കുന്നു. 6000 രൂപ എടുത്തിട്ട് അവർ തരുന്നത്, അവർ 3 മാസത്തേക്ക് വീണ്ടും EMI തരും. 2000 സംതിങ് നമുക്ക് EMI തരും. നമ്മൾ ഇതും ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു മാസത്തിന് മുമ്പ് 10 ദിവസത്തിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യു ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യുന്നു. ട്രൈ ആഫ്റ്റർ 180 ഡേയ്സ്, 180 ദിവസം കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ പറയുന്നു. ട്രൂ ബാലൻസിലും ബ്രാഞ്ചിലും സെയിം ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ട്രൂ ബാലൻസ് ആയിക്കോട്ടെ ബ്രാഞ്ച് ആയിക്കോട്ടെ അവരുടെ EMI ആ പറയുന്ന EMI ഡേറ്റിൽ തന്നെ നിങ്ങൾ ആ ഒരു EMI അടയ്ക്കുക. അതുകൊണ്ടാണല്ലോ അവർ നമുക്ക് EMIക്ക് ലോൺ തന്നത്. അതല്ലാതെ മുൻകൂട്ടി ഒരിക്കലും അടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും എന്ന് വെച്ചാൽ മാക്സിമം മുൻകൂട്ടി അടയ്ക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. ഒരു സ്റ്റെപ്പ് ആകുമ്പോൾ, ഒരു ലോൺ എമൗണ്ട് ആകുമ്പോൾ അവർ ലോൺ റിജക്റ്റ് ചെയ്യും, അവർ ക്ലോസ് ചെയ്യും. നമുക്ക് സിബിൽ സ്കോർ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല, പക്ഷേ അവർ സിബിൽ ബ്ലോക്ക് ചെയ്യും. അവർ നോർമലി ചിന്തിക്കുന്നത് ഇയാൾ അല്ലെങ്കിൽ ഇദ്ദേഹം എമൗണ്ട് വീണ്ടും കൂട്ടിയെടുത്തിട്ട് അടയ്ക്കാതിരിക്കാനാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് പെട്ടെന്ന് ലോൺ അടയ്ക്കുന്നത്. ഓക്കെ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ലാഭം തന്നെയാണ് പെട്ടെന്ന് അടയ്ക്കുന്നത്. പക്ഷേ അവരെന്താ ചിന്തിക്കുന്നത്, ഇവർ പെട്ടെന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഗൾഫിൽ മുങ്ങാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകാനോ അടയ്ക്കാതിരിക്കാനോ ഒക്കെയാണ് ഇങ്ങനെ മുൻകൂട്ടി അടയ്ക്കുന്നത്. അപ്പം നമ്മൾ 10ഉം 15ഉം ഒക്കെ കൊടുത്താൽ അവർ അടയ്ക്കില്ല, അത് പ്രശ്നമാകുമെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഞാനത് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് എൻ്റെ ബ്രാഞ്ചിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ആണ്. ഞാനിവിടെ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് സോറി വി ക്യാൻ ഓഫർ യു എ ലോൺ റൈറ്റ് നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൈ ആഫ്റ്റർ 180 ഡേയ്സ് ആണ്, ഇനി 172 ഡേയ്സ് ആയിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ടു ബി അപ്രൂവ്ഡ് യു മസ്റ്റ് ബി ഇൻ ഗുഡ് സ്റ്റാൻഡിംഗ് വിത്ത് ഓൾ ലെൻഡേഴ്സ്. എല്ലാ ലെൻഡേഴ്സ് ബാങ്കിങ്ങുമായിട്ടും ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ല രീതിയിൽ കൊണ്ടുപോയാലേ നമുക്ക് ലോൺ തരാൻ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് അന്ന് എടുത്ത് എങ്ങനെയാണോ അതേ ലെവൽ തന്നെയാണ് ഇന്നും എൻ്റെ സിബിൽ സ്കോറും ബാങ്കിങ്ങും എല്ലാം. അവരിത് മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്, 100% ഉറപ്പാണ്. ഇതെനിക്ക് ആദ്യം നിന്ന് തുകയാണ് 2576 രൂപ. ഇത് ഞാൻ അടച്ചു. ഇതെൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ്. പിന്നെ അവർ തന്നിരിക്കുന്ന 3588 രൂപയാണ്. ഇത് ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തു.
പിന്നെ 7,175 തന്നു. പിന്നെയും അത് ക്ലിയറായിട്ട് ക്ലോസ് ചെയ്തു. 9,000 തന്നു. അതും ഞാൻ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്കും അബദ്ധം പറ്റിയതാണ്, ക്ലോസ് ചെയ്തു. പിന്നെ തന്നത് 10,000 രൂപയാണ്, അതും ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 10,000 രൂപ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു ലോൺ അവർ ക്ലോസ് ചെയ്തത്, ഒരു കാരണവുമില്ലാതെ. ഓക്കെ, ചിലപ്പോൾ അവർ വിചാരിച്ച് കാണാം ഞാൻ ഈ 10,000 അടച്ചാൽ ഇത് 10,000 എനിക്ക് 3 മാസത്തേക്കാണ് തന്നത്. ഞാൻ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ, ഒരു 10 ദിവസത്തിൽ തന്നെ ക്ലോസ് ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു 15 രൂപ കിട്ടുമെന്നാണ്. പക്ഷേ അവർ ബ്ലോക്ക് ചെയ്ത് 180 ഡേയ്സിനകം അവർ ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ട്രൂ ബാലൻസിലും ഈ രണ്ട്, ഇപ്പോൾ ക്യാഷ് ലോണും ലെവലപ്പ് ലോണും എനിക്ക് നോട്ട് എലിജിബിൾ ആണ്. റെസ്യൂം ആഫ്റ്റർ 30 ഡേയ്സ് ആണ്. അപ്പോൾ 30 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇത് ഓപ്പൺ ആകുമെന്ന് വിചാരിക്കുന്നു. 172 ഡേയ്സ് ആകുന്ന സമയത്ത് ബ്രാഞ്ചും ഓപ്പൺ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചതി നിങ്ങൾക്ക് ആർക്കും പറ്റരുത് ഒരു കാരണവശാലും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ട്രൂ ബാലൻസും ബ്രാഞ്ചും മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. വളരെ നല്ല രീതിയിൽ ലോൺ തരുന്ന 2 ആപ്ലിക്കേഷനാണ് RBI സപ്പോർട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ക്യാഷ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. അപ്പോൾ ചില ആൾക്കാർ വളരെ വളരെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ നമ്മളൊരാൾക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് നമുക്കൊരു 10,000 രൂപ വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുത്തോളൂ. അപ്പോൾ ഞാൻ ട്രൂ ബാലൻസിൽ നിന്ന് 5,000 രൂപ എടുത്തിട്ടുണ്ട്. 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് 10,000 രൂപ കിട്ടുമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഈ 5,000 രൂപ എങ്ങനെയെങ്കിലും കടം മേടിച്ച് അടയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവർ ലോൺ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ 10,000 രൂപയും കിട്ടില്ല, ഈ 5,000 രൂപ പോവുകയും ചെയ്യും. അങ്ങനെ ആരും ചെയ്യരുത്. കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ 2ൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. ഇത് ഒരുപാട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് സിബിൽ കുറഞ്ഞ രീതിയിൽ ലോൺ തരുന്ന ആപ്ലിക്കേഷൻസ് ഏതാണ്, പെട്ടെന്ന് ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഏതാണ്, അങ്ങനെ എല്ലാവിധമായ വീഡിയോസും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.